വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു സീഡ്ലെസ് ലെമൺ നട്ടാലോ? അതിവിടെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. മഴയൊക്കെ കാരണം നമുക്ക് നടാൻ പറ്റിയില്ലേ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡ്രമ്മാണ് കേട്ടോ. ആ ഡ്രമ്മിൻ്റെ അകത്ത് നമ്മൾ ഡ്രമ്മ് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി 3-4 ഹോളൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ആ ഹോളിൻ്റെ നടുക്ക് ഓട്ടും കഷ്ണമൊക്കെ വെച്ച് മണ്ണൊക്കെ നിറച്ചിട്ടാണ് ഇത് നടുന്നത്. പിന്നെ വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി, ആട്ടുംവളം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേൽവളം ചേർത്തിട്ട് അതൊന്ന് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നടും. അങ്ങനെ നമ്മൾ നട്ട നാരകത്തേന്നൊക്കെ നാരങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവൻ്റെ മേലെ നിന്ന് നമുക്ക് പറിക്കണം. അപ്പം മഴ പെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ വിഷമമുണ്ട്. മണ്ണ് ചെറുതായിട്ട് നനഞ്ഞിട്ടുമുണ്ട്. നനഞ്ഞിട്ടെന്ന് വെച്ചാൽ ഒരു ചളി പരുവം, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നാരകം മൂപ്പരോടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്, ഡ്രമ്മിൻ്റെ അകത്ത്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മേൽമണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ. മണ്ണ് നിറയ്ക്കുന്ന ഭാഗമാണ്. എവിടം വരെയാണ് നിറയ്ക്കുന്നതെന്നൊക്കെ നോക്കിക്കോ. ചെറിയ സ്ഥലമൊക്കെ ഉള്ളവർക്കാണേലും 2-3 ഡ്രമ്മൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. പിന്നെ നാരകമൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണല്ലോ. പെട്ടെന്നൊരു ക്ഷീണം വന്നാൽ ഒന്ന് കലക്കിയൊക്കെ കുടിക്കണേ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വേഗം പറിക്കാൻ, പേടിയാലൊന്നും പോയിട്ട് മേടിക്കാൻ കാത്തു നിൽക്കണ്ട. സീഡ്ലെസ് ലെമൺ എന്ന് പറയുമ്പോൾ കുറച്ച് മുഴുത്ത കായ കേട്ടോ ഉണ്ടാവുക. നല്ല നാരങ്ങ, വണ്ണമുള്ള നാരങ്ങ. ഇവനെ നാരങ്ങ ആകുമ്പോൾ ഇത് കണ്ടോ, ഇപ്പൊ തന്നെ പുഴുവിന്റെ ശല്യമൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നോക്കണേ. മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൈയുടെ അവസ്ഥ ഒരുമാതിരിയാവും. അപ്പോൾ ഒരു ടെന്നീസ് ബോളിന്റെ വലിപ്പം ഉണ്ടെന്നാ പറഞ്ഞ. എന്തായാലും നമുക്ക് ഇവൻ കായ്ച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുവേ. അപ്പം നമ്മൾ മണ്ണ് ഇത്ര വരെ നിറച്ചിട്ടുണ്ട്. ആ മണ്ണിന്റെ മുകളിൽ ഇനി കുറച്ചും കൂടെ വളമൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അതാണ് ഫൈനൽ സ്റ്റേജ്. അപ്പം കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഫൈനലായിട്ട് ഇടുന്നത് എല്ലുപൊടിയും കൂടെയാണ്. എല്ലുപൊടി എന്നിട്ടൊന്ന് മണ്ണ് നന്നായിട്ട് ഇളക്കിയും കൊടുക്കും കേട്ടോ. അപ്പൊ അവരെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളുമല്ലോ. മഴ വരുമ്പോ താഴ്ന്നു വന്നോളൂ. അപ്പൊ അങ്ങനെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. എല്ലുപൊടിയുടെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കൃഷിക്കാരായതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അപ്പം നമ്മൾ അതേപോലെ തന്നെ അത് കുറച്ച് വലിപ്പമുള്ള ഡ്രമ്മിലാണ് വെച്ചോ കേട്ടോ. ഇതൊരു കുഞ്ഞു ഡ്രമ്മിലാണ്. ഇത് നമുക്ക് 3 വർഷമായിട്ട് ഒരേപോലെ കാ തരുന്നുണ്ട്, നാരങ്ങ തരുന്നുണ്ട് കേട്ടോ. നല്ല നീരുമാണ്. ഞാൻ മുമ്പേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇവനെ പോലെ തന്നെ അവളും ഉഷാറായി വന്നാൽ നാരങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നൊക്കെ. എല്ലുപൊടി എന്ന് പറഞ്ഞത് നല്ല വളമാണ് കേട്ടോ. എല്ലുപൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചാണകപ്പൊടി, ആട്ടുംവളം, ഇതൊക്കെ കേട്ടോ. എല്ലാ വൃക്ഷങ്ങൾക്കും ഞാൻ അതാണ് കൊടുക്കുന്നത് വളം. വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർ കാതരും, നമ്മളത് സന്തോഷത്തോടെ കഴിക്കും. ഇത് കണ്ട എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇവന് മാത്രം ഞാൻ അതായത് നമ്മൾ സ്പെഷ്യൽ വളം കൊടുക്കും, കോഴിവളം. അത് മാത്രമേ ഇവർക്ക് കിട്ടാറുള്ളൂ. അത് ഇവൻ്റെ പ്രത്യേകത അതാണ്, സ്പെഷ്യൽ വളം, കോഴിവളം. ആ വളം ഉള്ളത് കൊണ്ടാണ് ഇവളിങ്ങനെ കായ്ച്ചു നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടോ, പഴുത്തൊക്കെ വരുന്നുണ്ടേ. അപ്പോൾ പഴുത്ത് വരുന്നത് നോക്കിയിട്ട് തിന്നാൻ കണക്കാക്കിയിട്ട് നമ്മൾ നിൽക്കും. നല്ല മധുരത്തോടെ കഴിക്കാമല്ലോ. കുഞ്ഞു സ്ഥലത്ത് നമുക്ക് 1 സെന്റ് സ്ഥലമാണെ പോലും ഇതുപോലെ കുറച്ച് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന മായങ്ങളൊന്നും ഇല്ലാത്ത മായങ്ങൾ മേടിക്കുന്ന പോലെ അല്ലല്ലോ. അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന നല്ല ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേന്നൊരു നെല്ലിക്ക പറിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഒന്ന് കടിച്ചു നോക്കണം. അപ്പം ഞാൻ നെല്ലിക്ക പറിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് കടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിന് ഒരാഴ്ച മുമ്പേ ഞാൻ ഒരെണ്ണം പറിച്ച് തിന്നു. അന്നേരം ഉപ്പ് കൂട്ടി തിന്നണമായിരുന്നു. ഇപ്പോൾ ഉപ്പൊന്നും വേണ്ട, അല്ലാതെ തന്നെ തിന്നാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓവർ പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ പച്ച നെല്ലിക്ക നമ്മൾ തിന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതേ സ്പീഡിൽ തന്നെ നമ്മൾ വെള്ളവും കുടിച്ചു നോക്കിയാൽ നല്ല മധുരമായിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് കടിച്ചു തിന്നാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഒട്ടും പുളിയില്ല. നമുക്ക് നമ്മളെ പേരക്ക കുട്ടന്മാരെ കാണിച്ചു തരാലോ. ഇതിന്റെ ഉള്ളിൽ പോകാൻ കഴിയുന്നില്ല ഗൈസ്. അയ്യോ, ഇതുണ്ടോ, കൊമ്പ് നിറച്ചും പേരക്ക കേട്ടോ. പേരക്കയുടെ വെയിറ്റ് കൊണ്ട് അവര് താണു വരുവാണ്. എന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നില്ല. പിന്നെ അപ്പുറത്തെ വീടിന്റെ പണിയൊക്കെ എടുക്കുന്നോണ്ട് അങ്ങോട്ടും വലിച്ചു കെട്ടാൻ പറ്റൂല. കൊമ്പ് ഫുള്ള് താഴ്ന്നാ കിടക്കുന്നത് വെയിറ്റ് കാരണം. ഇപ്രാവശ്യം കേട്ടോ ഏതായാലും ഇത്ര അധികം കാ കിട്ടിയതേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു 4 or 5 പേരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഒരു കൊമ്പ് നിറച്ചും കായുണ്ട്. പിന്നെ മഴയുടെ വെള്ളം ചാടുന്നോണ്ടൊക്കെ അതിന്റെ വെയിറ്റും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം താണു വരുന്നത്. അതിന്റെ ഇടയിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ, നെറ്റും കൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പം വലിയ മഴയൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നാരകത്തിന്റെ തൈ നടലും കുഞ്ഞു കുഞ്ഞു വിശേഷം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ മുമ്പേ ഉള്ള വീഡിയോകളും പോയിട്ടൊന്ന് കണ്ടു നോക്കണേ നിങ്ങൾ. കാണാത്തവരുണ്ട്, കണ്ടു നോക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ പോലെയുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഉയർത്തി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.